ഇപ്പോൾ വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തിട്ടോ. അപ്പോൾ ഇവിടെ വിളക്ക് കൊളുത്ത് അച്ഛനാണ് കേട്ടോ. അത് ആദ്യം മുതലുള്ള ശീലം കേട്ടോ. അച്ഛൻ്റെ ഒരു ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് അച്ഛനാണ് കേട്ടോ കൊളുത്തുക. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി നമ്മുടെ ശീക്കുമണി മാളുൻ്റെ ഒപ്പം ഇരിക്കുക കേട്ടോ. അപ്പോൾ കാലൊക്കെ വയ്ക്കാൻ അറിയുന്നില്ല. അപ്പം ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. നാമം ജപിക്കുകയാണ്. മാളും ഇങ്ങനെ ചെയ്യണത് നോക്കുകയാണ്. അപ്പോൾ മാള് ചെയ്യണ പോലെ തന്നെ അവളും ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഭസ്മം എടുക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇവള് ഇത് തൂക്കിയിട്ടണ കാരണം എപ്പോഴും കണ്ണ് തെറ്റിയോ ജനാലമ്മ കയറി നിൽക്കും. ജനാലമ്മ കയറിയിട്ടുള്ള ഭസ്മം മുഴുവൻ എടുത്ത് വിതറൂട്ടും എല്ലായിടത്തും. ഭയങ്കര കുറുമ്പാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. ആദ്യമൊന്നും ഇങ്ങനെ ഇത്ര കുറുമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലായിടത്തും പൊത്തി വലിഞ്ഞ് കയറുള്ളൂ. അപ്പം അങ്ങനെ അച്ഛനും അമ്മയൊക്കെ റൂമിൽ റെഡി ആവാണ് കേട്ടോ, കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞാനിനി മേലൊക്കെ കഴുകി സെറ്റായിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ മേലൊക്കെ കഴുകി വന്നു കേട്ടോ. മേലൊക്കെ കഴുകി വന്നു, ഭസ്മക്കുറിയൊക്കെ തൊട്ടു. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് എന്തൊക്കെയോ വിശേഷങ്ങളൊന്ന് കാണാം. അപ്പോൾ മാളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഷീക്കും മാളും കളിക്കുകയാണ് കേട്ടോ. മാള് പോണ വരെ ശ്രീക്കും മാളുൻ്റെ പിന്നാലെ ആയിരിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടും തലോടിയും വാശി എടുത്ത് ഓരോന്ന് ചെയ്ത് ഇങ്ങനെ നടക്കും കുറച്ച് നേരമൊക്കെ. മാളുൻ്റെ അമ്മ വരണ വരെ മാളിപ്പോൾ അമ്മേനെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒരു 7:30 മണിയൊക്കെ കഴിയും, 8 മണിയൊക്കെ ആവാറാവും മാളുൻ്റെ അമ്മ വരെ. അപ്പോൾ ഞാൻ നാളെ എക്സാമൊക്കെ ഇല്ലേ ചോദിക്കുക മാളിനോട്. അപ്പോൾ അവർക്ക് ശനിയാഴ്ച അല്ലേ, അപ്പോൾ ഉണ്ടാവില്ല എക്സാം. അപ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാളൂന് ഭയങ്കര ചിരി. മാളൂന് ഫോൺ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മാളൂന് എന്തോ വലിയ സംഭവം പോലെ ആയിട്ട് മാളും ഇങ്ങനെ ഇരുന്ന് ചിരിക്കും. അപ്പോഴേക്ക് ഷീക്കുമണി അമ്മ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ചെയ്യണ പോലെയൊക്കെ അവൾ ചെയ്യണേ. പിന്നെ അമ്മ ഇരുന്ന് നാമം ജപിക്കുകയാണ് കേട്ടോ. എന്ന് നേരത്തെ അമ്മ ഇരുന്ന് നാമം ജപിക്കുക. സാധാരണ അമ്മ തോർത്തൊന്നും ഇടാറില്ല. ഇപ്പോൾ വീഡിയോ എടുക്കണ കാരണം അമ്മ തോർത്തൊക്കെ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇരുന്ന് ഇങ്ങനെ നാമം ജപിക്കുകയാണ്. മാളും അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ എല്ലാം വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞ് അച്ഛൻ ആ ഉമ്മർത്ത് വന്നിരിക്കുക കേട്ടോ, സിറ്റ് ഔട്ടിൽ. അല്ല അച്ഛൻ്റെ സ്ഥിരം പ്ലേസ് ആയിട്ട് എന്നും അവിടെ അച്ഛൻ ഇരിക്കുക. അതിൻ്റെ അടുത്ത അമ്മ നാമജപമൊക്കെ കഴിഞ്ഞ് അമ്മയും അവിടെ പോയിരിക്കും കേട്ടോ. എന്നിട്ട് 2 പേരും കൂടി ഇന്നത്തെ വിശേഷങ്ങൾ ഫുള്ള് അവിടെ ഇരുന്ന് പറയും കേട്ടോ. അച്ഛൻ ഹോട്ടലിലെ വിശേഷങ്ങളും അമ്മ വീട്ടിലെ വിശേഷവും അമ്മയുടെ വീട്ടിലേക്ക് വിളിച്ച വിശേഷവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്ന് 2 പേരും പറയും കേട്ടോ. അപ്പോഴേക്കും ശ്രീക്കു ബ്രഷ് എടുത്തിട്ട് പല്ലേക്കാൻ വന്നു, എയർ ബ്രഷ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അവളെ ചീത്ത പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആൾ എന്തൊക്കെയോ കാണിച്ച് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്ദുട്ടൻ ഇല്ല കേട്ടോ. നന്ദുട്ടൻ കരാട്ടയ്ക്ക് പോയിക്കാണ്. അവനൊരു 7:30 ആവും വരാൻ. 7:15 7:20 ആവും വരാൻ. അപ്പോൾ നമ്മുടെ ശ്രീക്കുവിൻ്റെ വിശേഷമാണ് കൂടുതൽ കേട്ടോ. ഇങ്ങനെ നടക്കും. ഫോൺ ഇത്തിരി നേരം വെച്ച് കൊടുത്താൽ ഇരിക്കും കേട്ടോ. പിന്നെ എപ്പോഴും നമുക്ക് ഫോൺ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിക്കും കേട്ടോ. ആ മാള് പോണ വരെ എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. മാളുൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നോളും. മാളും കളിക്കും കുറച്ച് നേരം. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മാള് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാണ്. അപ്പോൾ മാള് പോണേ മുന്നേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ ഞാൻ വേഗം ചെയ്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ ഏട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് പ്രശ്നമില്ല. അച്ഛനും അമ്മയും ഭയങ്കര സീരിയൽ അഡിക്റ്റാണ്. അതിൻ്റെ മുന്നിലിരുന്നാൽ പിന്നെ അവർ എനിക്ക് കുറച്ച് പാടാണ്. അപ്പോൾ ഞാനങ്ങനെ ഏൽപ്പിക്കാറൊന്നുമില്ല. പിന്നെ അടുക്കളയിൽ പോയി ഞാൻ ശ്രീക്കും ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ നിർത്തിയ കാരണം അവൾക്ക് രാത്രി വെള്ളം കുടിക്കണം. അപ്പോൾ ഞാൻ അവളെ ബോട്ടിലിൽ അവൾക്കുള്ള വെള്ളവും ഫ്ലാസ്കിൽ ഞങ്ങൾക്കുള്ള വെള്ളമൊക്കെ ആക്കി സെറ്റാക്കി വയ്ക്കും. കാരണം അവൾക്ക് എപ്പോഴാണ് അവളുടെ മൂഡ് മാറാമെന്ന് പറയാൻ പറ്റില്ല. മൂഡ് മാറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഉള്ള നേരം ഓരോന്നൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ രാത്രി ആയ കാരണം അടുക്കളയിൽ കുറച്ച് ലൈറ്റ് കമ്മി ഉണ്ട് കേട്ടോ. ലൈറ്റ് കമ്മി ഉണ്ട്. അതാണ് കുറച്ചിങ്ങനെ ഇരുണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ശ്രീക്കുവിൻ്റെ ബോട്ടിലൊക്കെ വെള്ളമാക്കുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാ പണികളൊക്കെ നമ്മൾ കഴിഞ്ഞു കേട്ടോ. അച്ഛനും അമ്മയൊക്കെ അവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത വീട്ടിലൊരു മാഷുണ്ട് കേട്ടോ. അപ്പോൾ ആ മാഷ് വന്നിട്ട് അങ്ങനെ ആളോട് ഇങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീക്കുവിൻ്റെ ബോട്ടിൽ സെറ്റായി. ഇനി നമ്മുടെ ഫ്ലാസ്ക്കാണ്.
അപ്പോൾ ഫ്ലാസ്കിലെ വെള്ളം കുറച്ചുണ്ടായിരുന്നു, അത് കളഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ചൂട് ഒഴിക്കണില്ല കേട്ടോ, കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. ഇനിയിപ്പോൾ ആർക്കും ചൂടുവെള്ളം വേണ്ടല്ലോ, അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം അങ്ങനെ ഒഴിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇതന്നെ ആക്കി വെച്ച പകുതി ആശ്വാസം കേട്ടോ. ബാക്കി എല്ലാ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. രാത്രിക്കുള്ളത് ചോറൊക്കെ നമ്മൾ തിളപ്പിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് മുരിങ്ങയില കറി വെച്ചു കേട്ടോ. മുരിങ്ങയില കറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തേക്ക് മുരിങ്ങയില താളിക്കുക എന്ന് പറയും കേട്ടോ. നമ്മുടെ ഈ കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങയില താളിച്ചിട്ട് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, എന്ത് കഞ്ഞിവെള്ളത്തിൽ താളിക്കുക, എന്ത് കറിയാന്നൊക്കെ വെച്ചിട്ട് കേട്ടോ. പിന്നെ അതങ്ങനെ കൂട്ടി കൂട്ടി ശീലമായി. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് ഉള്ളിയൊക്കെ കാച്ചിട്ട് ഇതാണ് സംഭവം കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഈ കറിയും ഉണക്കമാന്തൽ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉണക്കമാന്തലൊന്നുമില്ല, മുരിങ്ങയില കറിയും പപ്പടം കാച്ചിയതും പിന്നെ ഉപ്പിലിട്ട മാങ്ങയുണ്ട്, പിന്നെ ഉച്ചാമത്തെ ക്യാബേജ് തോരനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിൽ മീൻ വറുത്തത് ഇപ്പോൾ കഴിക്കണില്ല, എന്താണെന്നറിയില്ല. അവന് ചില ഒരു ഇതിലങ്ങനെയാണ് കേട്ടോ. ഒരു കുറച്ച് നാൾ മീൻ കഴിച്ച പിന്നെ ഒരു കുറച്ച് നാളത്തേക്ക് മീൻ കാണണം തന്നെ അവൻ അറപ്പാണ്, പിന്നെ കഴിക്കുന്നില്ല കുറച്ച് നാളത്തേക്ക് കേട്ടോ. അത് ചെറുപ്പം മുതലേ അങ്ങനെ കേട്ടോ. അവൻ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവൻ കരാട്ട കഴിഞ്ഞ് വന്ന ആനയെ തിന്നാനുള്ള വിശപ്പായിട്ട് വരിക കേട്ടോ. അപ്പോൾ എന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല, ഇടയ്ക്കൊക്കെ ഏട്ടൻ ഷവർമ്മയൊക്കെ വാങ്ങിക്കൊടുക്കും. ഞാനിവിടെ നൂഡിൽസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇന്ന് മുട്ടയില്ല, മുട്ട തീർന്നു. ഞാനപ്പോൾ ഏട്ടനോട് പറയാൻ മറന്നുപോയി. ഇന്നിപ്പോൾ അവൻ വരുമ്പോഴാണ് അംഗം. അവന് കരാട്ട കഴിഞ്ഞ് വന്ന അവന് ചോറ് കഴിക്കണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മുട്ട വേണം കേട്ടോ. അപ്പോൾ മീനിപ്പോൾ കഴിക്കാത്ത സ്ഥിതിക്ക് ഇപ്പോൾ എന്താവുമെന്ന് വന്നാൽ അറിയാം കേട്ടോ. അപ്പോൾ നമ്മളെ നന്ദുട്ടൻ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഓരോ കരാട്ടയുടെ ഓരോ ഇതൊക്കെ കാട്ടുകയാണ് കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ അവനോട് പോയി കുളിച്ചിട്ട് വേടാന്നൊക്കെ പറയും. അപ്പോൾ മുട്ടയില്ലാന്ന് പറഞ്ഞപ്പോൾ ആളുടെ സ്വഭാവമൊക്കെ മാറി. എന്നിട്ട് ഞാൻ വാരി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറേയൊക്കെ ഉപദേശിക്കുന്നുണ്ട്, ഇങ്ങനെ കിടന്നോ അതന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത്, നമുക്ക് ഇതുപോലും കിട്ടാത്ത കുട്ടികളുണ്ട് ഈ ലോകത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ചോദിക്കും ഇതൊക്കെ അമ്മ വീഡിയോ ആക്കി ഇടുമെന്നൊക്കെ ചോദിക്കുകയാണ്. അവർ ഒക്കെ ഇടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഭയങ്കര ഇതിലിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് മാഷിൻ്റെ പിച്ചൊക്കെ കിട്ടിയെന്ന് പറയാം കേട്ടോ. അവന് ഇടയ്ക്കിട്ട് മുടങ്ങണ കാരണം മാഷ് എന്തിനങ്ങനെ മുടങ്ങണ വെച്ചിട്ട് ഒരു പിച്ചൊക്കെ തന്നു എന്ന് പറയുകയാണ് കേട്ടോ. അവൻ ചോദിക്കും നല്ല വേദനയൊക്കെ എടുത്തു എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ വേദനയൊക്കെ എടുത്തു എന്ന് പറയുകയാണ്. അപ്പോൾ പിച്ച് തന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ പിച്ചിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇങ്ങനെയാണ് പിച്ച് ചെയ്തെന്നൊക്കെ. അങ്ങനെ അവൻ്റെ ഓരോ വികൃതി തരങ്ങൾ യൂട്യൂബിൽ ഇടേണ്ടതൊന്നും യൂട്യൂബിൽ ഇടണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഓരോ ഗോഷ്ഠികൾ ഇന്ന് കാട്ടാണ്. നമ്മളിപ്പോൾ സ്ത്രീക്കുണ്ടായിടത്തുനിന്ന് മുതൽ ഞാൻ അവന് വാരി കൊടുക്കലൊക്കെ കമ്മി കേട്ടോ. അവൻ്റെ കാര്യങ്ങൾ നോക്കൽ തന്നെ കമ്മിയാണ്. സ്ത്രീക്കുണ്ടാവണ വരെ ഞാൻ തന്നെയായിരുന്നു എല്ലാം നോക്കിയിരുന്നു കേട്ടോ. പാവം ഇപ്പോൾ ഒന്ന് വാരിയൊക്കെ കൊടുക്കൽ അപൂർവം കേട്ടോ. ഞാൻ വാരിയൊക്കെ കൊടുക്കുള്ളൂ അതിന്, കാരണം സമയം കിട്ടിയില്ലേ. വെള്ളം പിന്നാലെ ഓടൽ, വെള്ള വാശിയൊക്കെ കൂടിയാകുമ്പോൾ അവൻ അങ്ങനെ പറയാറൊന്നുമില്ല കേട്ടോ, പാവം. അപ്പം അങ്ങനെ ഞങ്ങൾ സീരിയലിലും മുഴുകിയിരിക്കുകയാണ്. എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ സീരിയൽ കാണാൻ. പക്ഷേ ഇവരുടെ ഒപ്പം ഇരുന്ന് കണ്ട് ഞാനും ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഫാനായി. അപ്പോൾ ഞങ്ങൾക്കുള്ളൊരു ശീലമാണ് കേട്ടോ, ഈ TV കാണുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് വരും കേട്ടോ അച്ഛൻ. ഒന്നുമില്ലെങ്കിൽ കപ്പലണ്ടി, കായ വറുത്തത്, ചക്ക വറുത്തത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഈ അച്ഛൻ രാവിലെ എനിക്ക് പോകണ കാരണം അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങും. അപ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടേ അതിപ്പോൾ ശീലമായിട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതലുള്ളതാട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയായിട്ട് ഇരിക്കണത് കുഞ്ഞ് കുതിരയുമ്പോൾ ഇരുന്ന് ചക്ക വറുത്തതൊക്കെ കഴിക്കാൻ. ആൾ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എടുക്കണത്, കണ്ടെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ. അവനോട് അതിലിരിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. അവരൊരു കുശുമ്പാണ്. ഞാൻ ഇരിക്കരുതെന്ന് പറഞ്ഞാൽ അപ്പം അതിൽ കയറിയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ ഫോൺ കൊടുത്ത് നമ്മളങ്ങോട്ട് മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യലൊക്കെ മാറിയിട്ട് മെല്ലെ ഓരോന്ന് തോണ്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ശ്രീകുമണി അവ എഴുതണ കണ്ടിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് എനിക്കും പേനയും ബുക്കൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതാണ് ഇവനെ പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞിട്ട് അവൾക്കും അതേപോലെ ഓരോന്ന് ചെയ്യണം. ഒരു നിലയ്ക്ക് അത് നല്ലതാണ്, ഒരു നിലയ്ക്ക് നമുക്ക് ഭ്രാന്തും വരും കേട്ടോ.
അപ്പം അങ്ങനെ അച്ഛനും അമ്മയും പോയിട്ടോ ഭക്ഷണം കഴിക്കാൻ. അവർക്ക് 8:30 സീരിയലുണ്ട്. അപ്പോൾ അതിന് മുന്നേ വേഗം ഭക്ഷണം കഴിച്ച് പോരുകയാണ് കേട്ടോ അവർ. വന്നിട്ടില്ല, വിജയശേടം വന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. നമ്പ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ. എനിക്കവിടുന്ന് എനിക്ക് ഗ്ലൂക്കോസ് പൊടി. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഒന്ന് കുറച്ച് ലേറ്റായിട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ ലേറ്റായി. അപ്പം ഞാൻ വേഗം അടുക്കളയൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ. നമ്മൾ വൃത്തിയാക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രാന്താവും കേട്ടോ. എന്നാൽ വൃത്തിയാക്കിയിട്ട് കിടന്നാൽ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ അടുക്കള കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷമാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയും നാളെ കഴുകിയാൽ പോരെ ചോദിക്കും. പക്ഷേ നാളെ ആണെങ്കിൽ ഞാൻ തന്നെ കഴുകണ്ടേ. അപ്പോൾ നമുക്ക് എണീറ്റ് വരുമ്പോൾ തന്നെ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ കവറ് കണ്ടോ, അത് പൊട്ടിച്ചൊഴിച്ചതാട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിക്കാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഊറി വരും. അപ്പോൾ രാവിലെ എന്തെങ്കിലും കൈമൊക്കെ കഴിക്കാൻ എടുക്കാം. അപ്പം അങ്ങനെ പാത്രമൊക്കെ കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ. സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷം മുന്നൊക്കെ ഇവിടെ നിന്ന് പാത്രം കഴുകാൻ പേടിയാവും കേട്ടോ. കാരണം ഇപ്പോൾ കണ്ടോ അവിടെ ഫ്രണ്ടിലൊക്കെ വീട് കണ്ടോ, അപ്പം അതിൻ്റെ അപ്പുറത്തൊക്കെ വീട് വന്നു കേട്ടോ. ആദ്യം അവിടെയൊക്കെ ഫുള്ള് മരങ്ങളായിരുന്നു. അവിടെ ഒന്നും വീടുകളൊന്നും ഉണ്ടാവില്ല. രാത്രിയാകുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. വല്ല എന്തെങ്കിലും ഒരു നായ്ക്കളുടെ ശബ്ദം കേട്ടാൽ വരെ നമുക്ക് പേടിയാവും കേട്ടോ. അപ്പോൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകാനൊക്കെ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരാളില്ലെങ്കിലും നമുക്ക് പാത്രം കഴുകാനൊന്നും കുഴപ്പമൊന്നുമില്ല. അടുത്തൊക്കെ വീടുകളായല്ലോ. അപ്പോൾ നന്ദു ഇങ്ങനെ വീഡിയോ എടുത്ത് തരുമ്പോൾ എന്നെ ഇങ്ങനെ പറയട്ടെ, എപ്പോഴും ഞാൻ വരണം വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അല്ലാതെ പിന്നെ ആരെനിക്ക് വീഡിയോ എടുത്ത് തരിക, നീയല്ലേ സഹായിക്കേണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൊക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീടുള്ള കാരണം നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ പേടിയാവും രാത്രി. നമുക്ക് എന്താ പറയുക, ആദ്യമൊക്കെ നമ്മളിങ്ങനെ രാത്രി പാത്രമൊന്നും കഴുകി വെച്ചിരുന്നില്ല കേട്ടോ. കാരണം എല്ലാവരും പറയും രാത്രി കഴുകാൻ നിൽക്കണ്ട, വല്ലതും കണ്ട് പേടിക്കുകയൊക്കെ ചെയ്താലോ. കണ്ട അപ്പുറത്തെ വളപ്പ് കണ്ട ഫുള്ള് മരങ്ങളാണ്. ഒരു മാസം മുന്നേ വരെ ഇവിടെ വലിയ പന്നി വന്നിട്ടുണ്ട് കേട്ടോ, കാട്ടുപന്നി. ഞാൻ ആദ്യമായിട്ട് അപ്പം നേരിട്ടൊരു പന്നീനെ കാണുന്നു. പൊന്നി എന്ത് വലിപ്പമാണെന്ന് അറിയാം. ഒരു കുഞ്ഞൊരു കുട്ടി പശുവിൻ്റെ അത്ര ഉണ്ട് കേട്ടോ. നമുക്ക് പേടിയാവും. നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കും കേട്ടോ, എവിടേക്കാണ് പോകണമെന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ടോർച്ച് അടിക്കുമ്പോഴേക്കും അത് ഓടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് വരികയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയായി. ഇനി നമുക്ക് അടുക്കള വാതിലൊക്കെ അടച്ച് നമുക്ക് പോവാം. അപ്പോൾ നന്ദൂര് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ മൂക്കടപ്പിനൊക്കെ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂക്കടപ്പിൻ്റെ കാരണം കൊണ്ടും ചെവി ഇങ്ങനെ അടഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോഴേക്കും ശ്രീക്കും ഇവിടെ സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് കലാപരിപാടി തുടങ്ങി കേട്ടോ. ചോദിച്ചപ്പോൾ പറയും ആനേനെ ശരിയാക്കണമെന്ന് പറയും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യട്ടെ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഒരുത്തൻ ആവി പിടിക്കാൻ കൊണ്ടുപോകണമെന്നാണ് കേട്ടോ ശ്രീക്കുൻ്റെ തോർത്ത്. അത്രയ്ക്കും പോകുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ അവിടെ കിടക്കണ പുതപ്പെടുത്തിട്ട് പോടാന്ന് പറഞ്ഞിട്ട് പുതപ്പെടുത്തിട്ട് പോകാൻ നിൽക്കാണ് കേട്ടോ. ആവി പിടിക്കടാ, അത് പിടിക്ക, ആവി പിടിക്കേ. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ് പറ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.